അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ നീച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണല്ലോ, അപ്പോൾ ഏകദേശം നമ്മുടെ അതേ സ്വഭാവമായിരിക്കും എന്തായാലും. അവർ എഴുന്നേറ്റിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ നേരെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് കയറി. ഇന്ന് ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വയറധികം കേടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും കൊണ്ട് നമ്മൾ കിട്ടുന്ന രുചി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ചിക്കനാണ്. അതാകുമ്പോൾ നമുക്ക് വലിയ പേടിക്കാനില്ലല്ലോ. അപ്പോൾ ചിക്കൻ കറി ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കൻ കറി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിക്കൻ കറി വന്നത് നോക്കിയോ. ചിക്കൻ കറി വിത്ത് പയറാണ്. പയറുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മളൊക്കെ ഇടുന്നതാണ്. സ്പൈസി വേണമെന്ന് പറഞ്ഞു. ക്യാരറ്റ് ഉണ്ട്. പ്രോട്ടീനാണ് എന്തായാലും അല്ലേ? അതെ. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കട്ടെ, ഒന്ന് കഴിച്ച് നോക്ക്. അതിന് ചപ്പാത്തിയും കൂടെ വരണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. എന്ത് ബ്രെഡാണ്? യാമിനിയോ കോമിനിയോ എന്തോ ബ്രെഡ്. ചെറിയ റൊട്ടിയാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മൾ ഇവരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ വെയിറ്ററിനോട് ചോദിച്ചു റൊട്ടി 5 എണ്ണം വേണം പറഞ്ഞു. നമ്മൾ 5 എണ്ണം വേണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, വലുതാവോ ചെറുതാവോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഞങ്ങളോട് പറഞ്ഞു നല്ല വിശപ്പുണ്ടോ അതോ കുറച്ച് വിശപ്പുണ്ടോ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഒരു പാകത്തിന് വിശപ്പുണ്ട് പറഞ്ഞു. പാകത്തിന് വിശപ്പുണ്ട് പറഞ്ഞപ്പോൾ എന്നാൽ 2 എണ്ണം മതിയോ പറഞ്ഞു. അതുകൊണ്ട് 2 എണ്ണേ ഓർഡർ ചെയ്തുള്ളൂ. ഇല്ലെങ്കിൽ അപ്പോൾ ഇതൊന്ന് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് കഴിക്കായിരുന്നു. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമുക്ക് പരീക്ഷണത്തിനായിട്ട് ആദ്യം നമ്മുടെ പരീക്ഷണ ഭുജിയെ തന്നെ റെഡിയാക്കാം. ഇവർ പിന്നെ പട്ടിയെ കൊടുത്താലും പല്ലിയെ കൊടുത്താലും ഒക്കെ കഴിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോൾ എന്തായാലും കഴിച്ചു നോക്ക്. കറി എങ്ങനെയുണ്ട് നോക്കാം. ആദ്യത്തെ പരീക്ഷണം. പിന്നെ ഇവനെ നമുക്കങ്ങനെ പരീക്ഷിച്ചിട്ട് എനിക്കത് കഴിക്കാനും പറ്റില്ല, കാരണം ഇവനെല്ലാം കഴിക്കും. ഇനി എക്സ്പ്രഷൻ നോക്കിയിട്ട് വേണം ബാക്കി കഴിക്കാൻ. സത്യം പറ, അല്ലാതെ നമ്മുടെ ഫുഡ് ചാനൽസിൽ പോലെ അങ്ങനെ പറഞ്ഞ ചീറ്റി പോയിട്ടും. ചിക്കൻ്റെ പീസ് എടുത്തത്, ചിക്കൻ്റെ സോസിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്, പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. കുഴപ്പമില്ല, പിന്നെ കഴിക്കാം. ഇന്ന് ബസ്സില്ല, ഇന്ന് നമ്മൾ ടാക്സിയിലാണ് കേട്ടോ പോകുന്നത്. ടാക്സിയിൽ പോവുക നല്ലത്, കാരണം ഇന്ന് ബസ് കണ്ടുപിടിച്ച് പോകുമ്പോഴേക്കും സമയം ഒരുപാടാവും. ഡോറടച്ചത് കുറച്ച് കൂടി, എന്നാലും കുഴപ്പമില്ല. അപ്പം എൻ്റെ കൂടെയുള്ള ആളെ ഈ ഡ്രൈവറെ കഥ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിന് ഒരു സമയം എടുക്കും. ഇവിടുത്തെ ടാക്സി എല്ലാം കണ്ടോ, നല്ല സെറ്റപ്പാണ്. കുറച്ച് നേരം നമുക്ക് ചൈന പുറത്തുള്ള കാഴ്ചകൾ കാണാം. കാറിനകത്ത് പോകുമ്പോൾ നല്ല രസമാണ്. ഓ എന്നെ കാറുകളാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അടിപൊളി വണ്ടികളാണ് ഇവിടെ കൂടെ കേട്ടോ. വേണ്ട ഇതേ നമ്മൾ പോകണം അങ്ങനത്തെ ഒരു ടാക്സി. പിന്നെ ഇവിടെ നമുക്ക് എന്താണ് മിനിറ്റിനാണ് നമ്മൾ, ഓരോ മിനിറ്റിനാണ് നമുക്ക് പൈസ കൊടുക്കേണ്ടത് കേട്ടോ. അല്ല സമയത്തിനല്ലേ ഇവിടെ പൈസ? കിലോ ഇപ്പോൾ 15 ചൈനീസ് യുവാൻ അയക്കണു. എന്താണെങ്കിലും കിലോമീറ്ററിനും അല്ലെങ്കിൽ സമയത്തിന് നമ്മളിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഈ 15, 16, 17 ഇങ്ങനെ ആവും. പിന്നെ ട്രാഫിക്കിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പൈസ കൂടും. അതുകൊണ്ട് നമുക്ക് ടാക്സിയിൽ പോകാൻ മടിയാണ്. മാപ്പ് നോക്കിക്കോ, ഇല്ലെങ്കിൽ മൂപ്പര് നമ്മൾ നാട്ടിലത്തെ ഓട്ടോറിക്ഷക്കാരനെ പോലെ ചുറ്റി കൊണ്ടുപോകും. ചൈനേൻ്റെ ഒരു അറ്റത്ത് കൂടെ പോയി പിന്നെ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതേ കണ്ടോ നമ്മുടെ ബ്ലിങ്ക് ചെയ്യുന്നത് 21. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ട പൈസ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു. ഇനി നമ്മൾ നല്ല വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങുകയാണ്. നമ്മൾ വന്ന ടാക്സിക്കാർ കണ്ടില്ലേ, നല്ല മഞ്ഞ കളർ ടാക്സി. CC നമ്മുടെ നാട്ടിൽ 120 cc 150 cc 200 cc പറയുന്ന പോലെ ഇവിടെ CC.
അതാണ് താങ്ക് യു എന്ന് പറയുന്ന സംഭവം. പതിവില്ലാതെ നമ്മൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കടകളൊന്നും ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ല. അവിടെ നിന്ന് ഒരാൾ ഇന്റർനെറ്റ് VPN ഉണ്ട്, ഇങ്ങനെയുള്ള ഷോപ്പിൽ പോയിട്ടാണ്. ഓക്കെ, നമ്മളിതേ കണ്ടോ സിം VPN. അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്സിലാണ് നമ്മൾ പോകേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ തന്നെ 1 വർഷത്തേക്കുള്ള VPN ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ 200 യുവാൻ 1 year 1 വർഷത്തേക്ക് 200 യുവാൻ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ അത് പോയി. അപ്പോൾ അതുപോലെ അതിൻ്റെ ആവശ്യമില്ല. 1 മാസമൊക്കെ വരുന്നവർക്ക് 30, ഏറ്റവും കുറവിൽ നമ്മൾ VPN എടുത്തത് 30-നാണ് കേട്ടോ. ഇവൻ എടുത്തത് 50-ന്, പിന്നെ ഒന്നുകൂടെ എടുത്ത് 30-ന്. ഇത് ട്രെയിൻ പോകുന്നു. അയ്യോ ചുമ, കൊറോണ എന്താ ഒന്നും കാണില്ലല്ലോ. നമുക്കിത് എവിടെ കാണാം? റെയിൽവേ ട്രാക്ക് ഇപ്പോഴാണ് കേട്ടോ വന്നിട്ട് കാണുന്നത്. ട്രെയിനൊക്കെ നമ്മുടെ ട്രെയിനൊക്കെ അടിപൊളിയുണ്ട്, നാട്ടിലത്തെ പോലെയല്ല, നല്ല രസമായിട്ട് വിൻഡോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഈ ഷൂ മാർക്കറ്റൊക്കെ നോക്കി വന്നതാണ് കേട്ടോ. അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ 2 സൈഡും ഫുഡ് സ്ട്രീറ്റാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ നോക്കിക്കേ, നമ്മൾ കാണാത്ത തരം പല രൂപത്തിലുള്ള ഇറച്ചികളാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. എന്തിറച്ചിയെന്ന് അറിയില്ല. എനിക്ക് ഇത്രയും നേരമായിട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു, അതായത് എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലോ ഇതേ ഇവിടെ ചക്കരക്കിഴങ്ങുണ്ട്. ചക്കരക്കിഴങ്ങ് വേണ്ട, ഞാൻ കഴിക്കാറില്ല. പിന്നെ ഇതെവിടെ കുഞ്ഞു നാരങ്ങയോ അതെന്തോ ഒരു സംഭവമുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. ഓറഞ്ചിൻ്റെ ചെറിയ കുട്ടി തോന്നുന്നു, ചൈനീസ് എഡീഷൻ. ഇതേ അവിടെ ചക്കയുണ്ട്. ഇവിടെ ഒരാൾ ചക്കയെല്ലാം കീറി സെറ്റാക്കി ചക്കച്ചുളകളാക്കി എടുത്ത് വയ്ക്കുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് പലതരം ന്യൂഡിൽസ് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ന്യൂഡിൽസ് എല്ലാം പെട്ടിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, കൊടൈമഷോ, മഷറൂം പുഴുങ്ങുന്നു. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? വെൽക്കം ടു ബയോൺ ത്യാന്തി. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ലെതറാണോ അതോ ഡ്രസ്സിൻ്റെ ആണോ എന്നറിയില്ല. ഇതിൻ്റെ മുമ്പിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഡ്രാഗൺ കുഞ്ഞോ, ഒരു രൂപമെല്ലാം ഒരു പ്രതിമയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ലെതർ മാർക്കറ്റാണ് കേട്ടോ. വെറൈറ്റീസ് ഓഫ് ലെതേഴ്സ് ഇവിടെ തൂക്കി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഫുള്ള് ലെതർ മാർക്കറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബിൽഡിങ്ങിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ലെതേഴ്സ് ആയിരിക്കും. ഷൂസ്, ബാഗ്. ഓക്കെ, ലെതർ മാർക്കറ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് കേട്ടോ ഇവിടെ ഇതുപോലെ തന്നെയാണ് എല്ലാവിടെയും. നമ്മൾ ഈ കാണുന്ന പോലെ എന്താ പറയുക, ചെറിയ ചെറിയ കുട്ടി കടകളാണ്. അതിനകത്തെല്ലാം ആളുകൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുവാൻസോയിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ബിൽഡിങ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം എനിക്ക് തോന്നുന്നത് ഷൂസ്, ലെതേഴ്സ്, പിന്നെ ഹീൽസ്, അങ്ങനെയുള്ളത് അവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വായിക്കുന്നതാണ് കേട്ടോ. ഫോർമൽസ്, അങ്ങനെയുള്ള ഒരു ട്രേഡ് സെൻറ്ററാണ് കേട്ടോ ഇത് മൊത്തം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ, നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മറ്റേ ക്ലോത്ത്സിൻ്റെ, ഗാർമെൻറ്റ്സിൻ്റെ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെയുള്ളൊരു ട്രേഡ് സെൻറ്ററാണ് കേട്ടോ എൻ്റെ ഈ പുറകിൽ കാണുന്നത്. ഓ മലയാളി പറയൂ. ഷാൻസിൻ. ഓക്കെ നമ്മളിപ്പോൾ ഒരു ഷൂ മാർക്കറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നലെയൊക്കെ പോയ പോലെ തന്നെ മൊബൈൽസിൻ്റെ അതേപോലെ തന്നെയാണ് ഷൂ മാർക്കറ്റുകൾ. വിവിധ തരം ഷൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി അടിച്ച കുരങ്ങനെ പോലെ നമ്മുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ചിരിച്ചൊന്നുമില്ല, കാര്യമാക്കിയില്ല ഞാൻ. അപ്പോൾ ചിരിക്കാൻ, ഇപ്പോൾ നാട്ടിലാണെങ്കിലും ചിലവർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് ഇങ്ങോട്ട് നോക്കല്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ തിരഞ്ഞ് നടന്നിരുന്നൊരു സ്ഥലം ഇതാണ്, ഷൂ മാർക്കറ്റ്. ഭാഗ്യം എസ്കലേറ്ററുണ്ട്. പുറത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റൊക്കെ കാണാം. രാവിലെ തന്നെ ആളുകളെല്ലാം അതിൻ്റെ മുന്നിൽ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ്
ഒരു അതായത് നമ്മൾ ഒരു ഒരു ഇതൊരു വലിയൊരു ബിൽഡിങ്. ഈ ബിൽഡിങ്ങിനകത്ത് മൊത്തം ഇനി ഷൂസ് മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ കാണുന്ന കടയിലുള്ള ഷൂകളുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇതേപോലത്തെ ഷൂസ് കണ്ടിട്ടുണ്ടാവില്ല. അമ്മാതിരി ഷൂസാണ്. വേറൊന്നുമല്ല കേട്ടോ, വോയിസ് കട്ടായി പോയതാണ്. അവൾ ചോദിക്കുകയാണ് നിങ്ങളത് എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്, എന്നെ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുകയാണ് നിൻ്റെ പേരെന്താണെന്ന്. പേരവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുമ്പില്ലേ, ഈ കാണുന്ന ഷോപ്സിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നമ്മുടെ ഷൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഷൂസൊക്കെ മോഡിഫൈ ചെയ്യുമല്ലോ. അതായത് പലതരം എന്താ പറയുക, പലതരം ക്ലിപ്സ് എല്ലാം വെച്ചിട്ട് ഷൂസിൻ്റെ മുകളിലെല്ലാം ലൈസിലും ഒക്കെ ചെയ്യുന്ന ഫുള്ള് ഐറ്റംസാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാം അതായത് ഷൂ കസ്റ്റമൈസ് ചെയ്യില്ലേ, ആ ഒരു സംഭവങ്ങളാണ് കേട്ടോ. ഈ ഒരു ഫ്ലോർ മൊത്തം അങ്ങനത്തെയാണുള്ളത്. പിന്നെ താഴെ നമ്മൾ കണ്ടല്ലോ കയറി വരുമ്പോൾ തന്നെ ലെതറിൻ്റെ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഷൂസിൻ്റെ ഹീൽസ് ഇല്ലേ, അതായത് ഹീൽസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഷോപ്സാണ് ഇവിടെ മൊത്തം ഉള്ളത് കേട്ടോ. ഇത് കണ്ടോ, എന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ചൂടോടെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ് മിൽക്ക് ടീയോ എന്തോ ടീ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്ത് ടീ ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഈ കുഞ്ഞ ചേച്ചിയാണ് കടയിലേക്ക് നമ്മളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചത്. ആദ്യത്തെ സ്വീകരണം ഒരു ചിരിയോട് കൂടിയിട്ട്. ഒരു കുഞ്ഞ കടയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പോയി കോഫിക്ക് 100, 150 എത്ര കളഞ്ഞ പോലെ ഇന്ന് നമ്മൾ കളയില്ല എന്ന് ഉറപ്പാണ്. ഇന്നലെ ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് നമുക്കൊരു കോഫിയെല്ലാം കുടിക്കാം, എന്നിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഇംഗ്ലീഷ് ഓക്കെ. ഈ ഒരു സാധനം വാങ്ങിയാൽ മതി അല്ലേ? സ്ട്രോ തന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്താണെന്ന്. നോക്കുമ്പോൾ ചൂടില്ലാത്ത കാപ്പി ജ്യൂസ് പോലെ വലിച്ചു കുടിക്കാനാണ്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണമായി, ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ചായി കേട്ടോ. സംഭവം എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. അകത്ത് കണ്ടിട്ടില്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു അമ്പലം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കറിയില്ലല്ലോ, ഇവിടുത്തെ ഓരോ ആചാരങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു പേടി, അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഷൂസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. കാണുമ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്. അകത്ത് ആളുകളുണ്ട്. എന്തായാലും ഒന്ന് കയറി നോക്കാം. എന്ത് അമ്പലം? ഇത് അമ്പലമാണ് തോന്നുന്നു അല്ലേ? അല്ലേ? എന്താണ് സംഭവം എന്നറിയില്ല. നമ്മൾ പേടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കണ്ടിട്ടൊരു അമ്പലം പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. സംഭവം എന്താണെന്ന് പിടിയൊന്നും കിട്ടുന്നില്ല. പക്ഷേ ചെരുപ്പ് അഴിക്കാനൊന്നും പറഞ്ഞില്ല അല്ലേ? പക്ഷെ ആരെയും കാണുന്നൊന്നുമില്ല. അമ്പലമാണോ ഇനി ആരുടെയെങ്കിലും സ്മാരകമാണോ ഒന്നും അറിയുന്നില്ല. എന്തായാലും നമ്മൾ കയറി. പിന്നെ കുറേ ആളുകളുടെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുത്തശ്ശിമാർ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇത് കണ്ടു. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അവനത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനീസിൽ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്നും കൂടി നോക്കാം. നമ്മൾ ഷൂ കടയൊക്കെ കുറേ ഷൂസിൻ്റെ മാർക്കറ്റ് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അവിടെ വാച്ചിൻ്റെ മാർക്കറ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ വാച്ചിൻ്റെ മാർക്കറ്റ് നോക്കി നടക്കുകയാണ്. വാച്ചിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി സാധനങ്ങളാണെന്നാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര
എന്താ പറയുക ചൈനീസ് കോൺസെപ്റ്റിലുള്ള സാധനങ്ങളുണ്ട് നമുക്കിവിടെ. എന്തായാലും അതും കൂടെ കാണാം. അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ കണ്ടില്ലേ, ഈ ഒരു വണ്ടിക്കാരെയും കൊണ്ടുള്ള ഒരു ശല്യം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുകൾ ബാക്കിൽ കൂടെ ഒക്കെ നമ്മളങ്ങനെ വരും കേട്ടോ. പിന്നെ നല്ല കൂടായിട്ട് ഇപ്പോൾ നല്ല തണുപ്പാണ്, കാലാവസ്ഥ നല്ല തണുപ്പായതുകൊണ്ട് നടക്കുമ്പോഴൊന്നും വലിയ ടയേർഡില്ല, ഒരു കിതപ്പുണ്ട്, അത് പിന്നെ നമുക്കുള്ളതാണല്ലോ. പിന്നെ നമുക്ക് ഇവിടുത്തെ നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് എല്ലാം ഒന്ന് പോയി കാണുന്നുണ്ട്, നമ്മളിതുവരെ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല, അത് വേറൊരു രസം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ വരുമ്പോൾ ആരെയെങ്കിലുമൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കാൻ ആരും മറക്കരുത്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എത്തേണ്ടത് ഒരു 2 ദിവസം കൊണ്ടെത്തും. എന്തോ വഴി പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇത് എവിടെ എന്തോ നല്ല പുകയ്ക്കുന്നുണ്ട്. നമ്മുടെ എന്താണ് പറയുക, ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ചുടുന്ന പോലെ ഇവിടെ വേറെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അതാ ഗൈസ് കരിമ്പ് ഇതേ നോക്കിക്കേ, കരിമ്പുണ്ട് കേട്ടോ ഇവിടെ, കണ്ടോ? ഒരു ഫ്രൂട്ട്സിൻ്റെ കടയാണ്. ഇവിടുത്തെ വഴി കഴിഞ്ഞു തോന്നുന്നു. വാച്ചിൻ്റെ മാർക്കറ്റിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം സമയം നമ്മൾ തിരഞ്ഞു നടന്നു ഈ ഒരു സ്ഥലത്തേക്ക് കേട്ടോ. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവർക്കും അത് നേരെ മനസ്സിലാവുന്നൊന്നുമില്ല. വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി. വാച്ചിൻ്റെതേ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പച്ചക്കറി വിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ വാച്ചുകൾ വെച്ചിരിക്കുന്നത്. അതും എല്ലാ തരം ബ്രാൻഡ് വാച്ചുകളും ഉണ്ട് കേട്ടോ, എല്ലാ തരം. ഇനി ഒന്നുപോലും ബാക്കിയില്ല. നമ്മുടെ ഏതാ പറയുക, റോളക്സ്, ഗസ്, പല ടൈപ്പ് വാച്ചുകൾ. എനിക്ക് വാച്ചിനെ കുറിച്ച് അധികമൊന്നും അറിയില്ല, എന്നാലും എല്ലാ തരം മുന്തിയ ബ്രാൻഡുകളും ഇവിടെയുണ്ട്. മാത്രമല്ല ഇവർക്ക് ഈ വലിയ ബ്രാൻഡുകൾ എന്ന് പറയുന്നതിന് വലിയ താല്പര്യമില്ല. ഇവരുടേതായിട്ടുള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുതന്നെ ഭയങ്കര വിലയാണ്. അതായത് അത്രയും രൂപയുടെ, ലക്ഷം രൂപയുടെ വാച്ചുകൾ, അതിൽ കൂടിയ വാച്ചുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കുറേ സമയം ഞങ്ങൾ വാച്ച് ഇങ്ങനെ നോക്കി നടന്നു. അവസാനം കണ്ണിന് മടുത്ത് കാണും, അത്രയും വാച്ചസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നടന്നെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. കാരണം നമ്മുടെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ വാച്ചുകൾ ഇത്ര അധികം കാണുന്നത്. അതും ഇവരുടെ ഒരു കോൺസെപ്റ്റാണല്ലോ എല്ലാം. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നടന്നു. എന്നിട്ടും കണ്ടിട്ടും കഴിയുന്നില്ല, അത്രയും വാച്ചുകളാണ്. പിന്നെ ഇടയിലൂടെ നമ്മളെ പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, വാച്ച് നോക്ക്, വാച്ച് എടുക്ക്. നമ്മൾ എന്താ പറയുക, ഒരു പാകം, അതായത് നല്ല വിലയിൽ നമുക്ക് ആക്കിത്തരാം. പിന്നെ മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വെള്ളം കോരുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അതായത് ഒരു വലിയ പാത്രത്തിൽ നിറച്ച് വെള്ളം കോരുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു അവസ്ഥ, അതുപോലെയാണ്. നമുക്ക് ഒരു വാച്ച് എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല വിലയാണ് അവർ പറയുന്നത്. പക്ഷെ ഒന്നിന് പകരം 100, 200, 300, 1000 വാച്ചുകളാണ് പറഞ്ഞാൽ അത്രയ്ക്ക് വില അങ്ങ് കമ്മിയാവാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഇവിടെ വന്ന് വാച്ചെല്ലാം നോക്കിയെടുക്കുക നല്ലത്. പിന്നെ നമ്മൾ ഈ ഒരു കടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അതായത് വാച്ചുകളെല്ലാം എടുത്ത് പുറത്ത് വെച്ചു. ഇനി എൻ്റെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വാച്ചാണ് വേണ്ടത്, നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിച്ചു തരികയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അതൊന്നും ഇഷ്ടമാവുന്നില്ല. ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കുന്ന പലരും വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു കച്ചവടം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കണം. എന്തായാലും ഈ ചേട്ടൻ ഭയങ്കര രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് വാച്ച് തരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആളുടെ ജോലികളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാതെ തന്നെ ഇഷ്ടം പോലെ വാച്ചുകളുടെ അടുത്ത് മൂപ്പര് നിരത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട്, താഴെ ഇനി വാച്ച് കാണണോ, ഇനി എൻ്റെ കയ്യിൽ ഇനിയും സ്റ്റോക്ക് ഉണ്ട്. നമ്മൾക്ക് അറിയാവുന്ന ബ്രാൻഡുകൾ പറയുമ്പോൾ എല്ലാം മൂപ്പരെടുത്തുണ്ട് കേട്ടോ. പിന്നെ അറിയാത്ത കുറേ ബ്രാൻഡുകൾ മൂപ്പരെടുത്ത് വയ്ക്കുന്നുണ്ട്. താഴെ കാണുന്ന മൂപ്പരിൻ്റെ ഫുള്ള് സ്റ്റോക്കാണ്. ചിലവർ പറയുന്നത് വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കടയുടെ പേരൊന്നും എടുക്കരുത്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. അങ്ങനെ നോക്കി നമുക്ക് മടുത്തു എന്നല്ലാതെ മൂപ്പരെപ്പോഴും ഇത് നോക്ക് അത് നോക്ക്, ഞാൻ
ഇപ്പോൾ ഇത്ര വാച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര പൈസയ്ക്ക് തരാം. കാരണം ഞാൻ ചോദിച്ചു ആളോട് ഒരു 100 വാച്ച് എടുക്കുകയാണെങ്കിൽ എത്ര പ്രൈസിന് തരുന്നു. അപ്പോൾ മൂപ്പര് കാൽക്കുലേറ്ററിൽ നോക്കി അതെല്ലാം പറഞ്ഞു. നമ്മൾ ഒരുപാട് നേരം അവിടെ അങ്ങനെ മൂപ്പരോട് സംസാരിച്ച് ഇങ്ങനെ നിന്നു. ആൾക്ക് എന്തായാലും ബോറടിക്കുന്നൊന്നുമില്ല. വാച്ച് കണ്ട് നമ്മൾ വാങ്ങാതെ ഇപ്പോൾ എത്ര നേരം നിന്ന് വീഡിയോ എടുക്കും. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ഈ വാച്ചുകളിൽ കണ്ട് ഇതെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മൂപ്പര് നമ്പറെല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള വാച്ചുകൾ എടുക്കാം. എല്ലാ തരം മോഡൽസും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ട്രീറ്റ് കണ്ടോ, മേലെ കൂടെ ഒരു പ്ലെയിൻ പറന്നു പോകുന്നു. ഭയങ്കര തിരക്കാണ് കേട്ടോ എല്ലാവിടെയും. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക്. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ട്രീറ്റുകളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ആളുകളെല്ലാം പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ക്രിസ്മസ് അപ്പം തൂങ്ങി കിടക്കണ്ട്, ഇപ്പോൾ താഴെ വീഴും പറഞ്ഞിട്ട്. ഉണ്ണി കണ്ട സാധനമൊക്കെ വാങ്ങി കഴിച്ച് പണി പാടോ. ഞാൻ കഴിക്കില്ല കേട്ടാ, നീ കഴിച്ച. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് ഈ സ്ട്രീറ്റിൽ നിന്ന് ആക്കി കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാനുള്ള ഒരു ടൈമായി. മാത്രമല്ല നമ്മൾ അത്യാവശ്യം വൈകി. ഇവിടെ നിന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ടാക്സി എത്ര നോക്കിയിട്ട് കിട്ടുന്നില്ല. പിന്നെ ബസ്സാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ നമ്മൾ നോക്കിയിട്ടൊന്നും കണക്റ്റ് ആവുന്നില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു സ്ട്രീറ്റിനകത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രീറ്റ് കണ്ടപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ തോന്നി. അപ്പോൾ ഇനി റൂമിൽ പോയി വേറെ സ്ഥലം കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിയും ഭേദം ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഡോണർ കബാബിൽ നിന്ന് കഴിച്ച് അങ്ങനെ അങ്ങ് പോകാമെന്നുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു വിധത്തിൽ ബസ് കിട്ടി. ഇനി നമ്മൾ റൂമിലേക്ക് പോകണം. എന്നൊക്കെ പോലെ ആവോ. ഇവിടെ ബസ്സിൽ കണ്ടോ 360 ക്യാമറയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ തുരുതുരാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, എന്ത് പറയാൻ, നടന്ന് മടുത്തു. അപ്പോൾ ഇന്നത്തെ അതായത് 3-ാമത്തെ ദിവസം നമ്മൾ അതിഗംഭീരമായിട്ട് തീർത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ യൂറോപ്പിലൊക്കെ ആയതുകൊണ്ട് ശനി ഞായറും പണിയെടുക്കില്ല എന്നാണ് ഇവൻ പറയണത്. ഞാൻ ശനി ഞായറൊക്കെ ജോലി ഉണ്ടായിരുന്നു. നാളെ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, അവൻ തയ്യാറല്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമായിരിക്കില്ലേ? നാളെ ഹോളിഡേ. ഓക്കെ, ബൈ ബൈ.